ഹോട്ടൽ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇതിനി പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. ശോഭ ഭയങ്കര ഓവറായിരുന്നു. ഷിയാസ് കാണിച്ച ഒരു കാര്യം ആ പ്ലാച്ചി എടുത്ത് എറിഞ്ഞു, അതൊരു ഫണ്ണായിട്ട് കാണാം, അല്ലെങ്കിൽ അതൊരു ടാസ്ക് ആയിട്ട് കാണാം, അവർക്ക് ഇട്ടുകൊടുത്തൊരു കോണ്ടന്റ് ആയിട്ട് കാണാം. ഇനി അത് മറ്റുള്ളവർ റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് പൊളിഞ്ഞു പോയ ഒരു സംഭവമായിട്ട് കാണാം. പക്ഷെ ശോഭ എന്താണ് കാണിച്ചത്? ഞാൻ ഇപ്പൊ ഈ പറയാൻ വന്നതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത്, ശോഭ ജിസേലിനെ കൊണ്ട് ജിസേലിന്റെ തോളത്ത് ശോഭയെ തൂക്കിക്കൊണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ശരി, ഞാനതൊരു ചെറിയൊരു മിനായ പോലെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ കണ്ടോണ്ടിരുന്നു, നടക്കട്ടെ. പക്ഷെ അങ്ങനെ കൊണ്ടുപോയിട്ട് ആ പ്ലാസ്മ ടിവിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി പ്ലാസ്മ ടി വി ഇടിച്ച് അതിൽ ആ ചുറ്റും മൈജിന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അതെല്ലാം തകർത്ത് കൊള്ളമാക്കി എല്ലാം ഒരുമാതിരി പ്രശ്നമാക്കിയപ്പോഴത്തേക്കും ബിഗ് ബോസ് പെട്ടെന്ന് വിളിച്ചു പറയുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു സാധനവും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തീരെ ഇറിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു, സാംമാൻ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി പോലെ അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു. സെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ സാബുമാൻ ഭയങ്കര കാമായിട്ടായിരുന്നു അവിടെ നിന്നത്. പക്ഷെ ശോഭ ഇങ്ങോട്ട് വന്നിട്ട് കൂടെ ആപ്പിൾ എടുത്ത് തൊപ്പിയിൽ വെച്ചത് ഫണ്ണായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അത് ഓക്കെ അത് വിട്. പക്ഷെ സാബുമാനെ വലിച്ചു തള്ളി, അത് ഒരിക്കലും സാബുമാൻ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗെയിമാണ്, ടാസ്ക് ആണ്. പക്ഷെ ഇത് ബലമായിട്ട് അവിടെ നിന്ന് എല്ലാവരെയും കൊണ്ടുവന്ന് തള്ളുന്നു, പിടിക്കുന്നു, ആര്യൻ കൂടെ കൂടുന്നു, അക്ബർ ചെല്ലുന്നു, തള്ളുന്നു, പിടിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാവോ? അവിടുത്തെ ഒരു കുളത്തിനകത്ത് സാബുമാനെ പിടിച്ച് തള്ളി ഇടാൻ ശ്രമിക്കുകയാണ്. അതെന്തൊരു ബോറാണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെയും എനിക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് എനിക്ക് ശോഭയെ കുറിച്ച് പറയണമെന്ന് തോന്നിയിട്ടുണ്ട്. ശോഭ അവിടെ ആര്യന്റെ വായിൽ ഫുഡ് വായി വെച്ച് കൊടുത്തത് നമുക്കത് ആര്യൻ അവിടെ അങ്ങനെ വന്ന് നിന്നു, കൊതിവിട്ട് കണക്ക് നിന്നു, അഭിനയിച്ച് കാണിച്ചു. അപ്പൊ ശോഭയും ആര്യനും തമ്മിലുള്ള ഒരു സിങ്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി, അതനുസരിച്ച്. പക്ഷെ ബാക്കി എല്ലാവരെയും, സ്റ്റാർ കിട്ടാത്ത എല്ലാവരെയും വരിവരിയായിട്ട് നിർത്തിയിട്ട് അവർ കഴിച്ചതിന്റെ അതിൽ നിന്ന് എടുത്തു കൊടുത്ത്, അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കാം, അതൊന്നും അറിയത്തില്ല. വന്ന ഗസ്റ്റ് ആയിട്ടാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശോഭ എന്ന് പറയുന്നത് വലിയൊരു സൂപ്പർ സ്റ്റാറോ സൂപ്പർ വുമണോ അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അതും കുറച്ച് ചീപ്പായിട്ട്, കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. പിന്നെ പുറത്തുള്ള ആ ഒരു ശോഭയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും വെച്ചിട്ടൊന്നും അല്ല ഇവിടെ വന്ന് ബിഹേവ് ചെയ്തത്. എന്തൊക്കെയോ കുറച്ച് കാട്ടിക്കൂട്ടലുകളാണ്. പിന്നെ ആ ഒരു പ്ലാസ്മ ടി വി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് വീഴാൻ പോകുന്ന ഒരു സമയത്ത് എല്ലാവരും ഓടി അയ്യോ എന്ന് വിളിച്ച് പിടിക്കാൻ പോയ സമയത്ത് പോലും ബിഗ് ബോസ് അത് വിളിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക, ഇത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോലും ശോഭ ഭയങ്കര കൂളായിട്ട്, എന്ന് വെച്ചാൽ മത്സരാർത്ഥിയല്ല എന്നുള്ളതിന്റെ അഹങ്കാരമായിരിക്കാം ചിലപ്പോൾ. അവർ ആ സീസണിൽ മത്സരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നുണ്ടാവത്തില്ല. പക്ഷെ എങ്കിലും ഇന്ന് ഞാനിപ്പോ ഈ ലൈവിൽ കണ്ട ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഇവര് പറയാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാ, കുറെ വിളിച്ച് കേട്ടതാണ്, ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ട് പോകണ്ടേ എന്ന് പറയുന്ന ഒരിത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നിട്ട് പുറത്തു വരുന്ന ഒരാളും ബിഗ് ബോസിനെ കുറിച്ച് പോസിറ്റീവ് ഒന്നും പറയുന്നത് ഞാൻ കേൾക്കാറില്ല. പക്ഷെ എങ്കിലും ഒരു ചാൻസ് കിട്ടിയ എല്ലാവരും പോകും. കാരണം ആഴ്ച കിട്ടുന്ന ഈ ഒരു സാലറി ഒക്കെ നോക്കിയിട്ടായിരിക്കും. കുറച്ചധികം നല്ല ഗെയിം ആണോ അല്ലെങ്കിൽ ബിഗ് ബോസ് കുറച്ച് ഫെയർ ആണോ അൺഫെയർ ആയിട്ടാണോ ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ബിഗ് ബോസ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് ചീപ്പാണ്, കുറച്ച് ഓവറാണ്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്നത്. ഇപ്പൊ മാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും, മാരാറ് ബിഗ് ബോസിനെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് വന്ന ഒരു മത്സരാർത്ഥിയാണ്. രണ്ടാമത് ഇപ്പൊ ഈ വിൻ ചെയ്തതിന് ശേഷവും ബിഗ് ബോസിനെ കുറിച്ചും അതുപോലെ അതിന്റെ ഒരു ക്രൂവിനെ കുറിച്ചൊക്കെ വളരെയധികം നെഗറ്റീവ് പറഞ്ഞിട്ട് ഈ സീസണിൽ ബിഗ് ബോസിനകത്ത് കയറിയ വീണ്ടും ഈ ഒരു സീസണിൽ ബിഗ് ബോസിൽ വന്ന ഒരു വ്യക്തിയാണ് മാരാറ്. പിന്നെ ആര്യവടായും ഒക്കെ ഒരുപാട് പേര് ബിഗ് ബോസിനെ കുറിച്ച് മോശം പറഞ്ഞതിന്റെ ഒക്കെ ഒരു സീൻ, അതൊക്കെ ഇവിടെയാണ്, ഇങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഫൈനലി റിയാസ് പോലും ബിഗ് ബോസിൽ ഇപ്പൊ ആരെയാണ് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഐ സ്റ്റോപ്പ് വാച്ചിങ് ബിഗ് ബോസ് എന്നൊക്കെ സ്റ്റൈലായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് എന്തോ ശോഭയെ തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ ഡ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.